ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു. ഞങ്ങൾ ഒന്ന് ഗുരുവായൂർക്ക് പോയേക്കുമായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് കാണുന്നത്. അതായത് ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുന്നതിന് തലേ ദിവസം സൺഡേ വൈകുന്നേരം ഇങ്ങനെ സാരി, അപ്പോൾ എനിക്ക് ഉടുക്കാനായിട്ട് സാരി സെലക്ട് ചെയ്യണം. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് തന്നാൽ ഏതാ ഉടുക്കേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അമ്മയുടെ സാരികളെല്ലാം എടുത്ത് നോക്കുകയാണ്. ഞാൻ കൊണ്ടുവന്ന സാരി ഉണ്ട്, എന്നാലും ഞാൻ ഓർത്ത് അമ്മയുടെ ഉണ്ടെങ്കിൽ അമ്മയുടെ ഉടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനകത്ത് ഒട്ടും സ്റ്റാർച്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാം അമ്മയുടെ കുറേ സാരികളുണ്ടല്ലോ എടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്നത്, അതിനൊക്കെ ഒരു മണം കുറേ ദിവസമായിട്ട് എടുത്തിട്ട് ഇപ്പം അത് മഴയും കൂടെ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വെയിൽ വരുമ്പോൾ എടുത്തൊന്ന് വെയിലത്തൊക്കെ ഇടണം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് എടുത്തുകൊണ്ടാണ് ഇത് നോക്കുക അത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോയിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്രോഗ്രാമാണേ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഗുരുവായൂർ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമല്ല, അതായത് ഞങ്ങൾ ഡിസംബറിൽ വന്നായിരുന്നല്ലോ, അപ്പോഴും ഞങ്ങൾ പോയി. പറ്റുമ്പോഴൊക്കെ പോകും കേട്ടോ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളിവിടെ എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയാറില്ല, എല്ലാ തേഴ്സ്ഡേയും നമ്മൾ ഇസ്കോണിൽ പോകാറുണ്ട്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ആഗ്രഹിക്കും ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഗുരുവായൂരൊന്ന് പോകാമായിരുന്നു എന്ന്. അപ്പോൾ വന്നപ്പം ഞാൻ അമ്മയും അച്ഛനെയും നമുക്ക് 3 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സാരിയില്ല. അപ്പോൾ ഈ സാരി എൻ്റെ സാരി തന്നെയാണ് എടുത്തെടുപ്പം അമ്മ പറഞ്ഞത് അതിൻ്റെ എടുത്തു, അതിൻ്റെ ബ്ലൗസും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള സാരികളെല്ലാം പറഞ്ഞു. അതായത് ഒരു 2 സാരി കൊണ്ടുപോകാമെന്നൊക്കെയാണ് ആദ്യം വെച്ചത്. പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറ്റി കേട്ടോ. ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് നേരെ ചെന്നിട്ട് ആ ഡ്രസ്സ് നമ്മൾ കുളിച്ചിട്ടൊക്കെയാണല്ലോ പോകുന്നത്, ചേർക്കാറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നേരെ കൈയും കാലും പോകി ഫ്രഷായി പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കാതെ തന്നെ നമുക്കങ്ങ് പോയേക്കാമെന്ന് വെച്ചു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗോതമ്പ് കഞ്ഞിയും പയറും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കും. ഇതാണ് നുറുക്ക് ഗോതമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞ് പയർ ആദ്യം ഒന്ന് വിസിലടിച്ച് വേവിക്കും കേട്ടോ. അതിനകത്തോട്ട് പിന്നെ 2 വിസിൽ വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ ഗോതമ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് കഞ്ഞി പോലെ ആക്കി അതിനകത്ത് പിന്നെ തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ലതാണ്, തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ടിട്ട് കഞ്ഞിയായിട്ട് കുടിക്കും. അതാണ് വൈകുന്നേരം ഞാൻ പറഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ചൊന്ന് ഡയറ്റിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു മുറി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ഏണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി 8:45 ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പം ഞാനത് വോയിസ് ഓവറല്ല പറയുമായിരുന്നേ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സംസാരിക്കുന്ന ശബ്ദം നന്നായിട്ട് കേൾക്കാം. അച്ഛനും കൊച്ചനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ശബ്ദം നന്നായിട്ട് കേൾക്കാമെന്നുള്ളതുകൊണ്ട് പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എന്താണെന്ന് വെച്ചാൽ ഒരു ചായ മാത്രമാണ് കുടിച്ചത്. ഞാനോർത്ത് തൊഴുത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഒരു ഫാസ്റ്റ് പോലെ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായത് ചായ കുടിച്ചു കേട്ടോ, ചായ കുടിക്കും അല്ല ജ്യൂസും എല്ലാം കുടിക്കാം, പക്ഷേങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ എൻ്റെ ഒരു കസിൻ ഞങ്ങളെ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പരശുറാം എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാവുന്നു കേട്ടോ. Is expected to arrive at 9:35 on platform number 1. 8 for RTC. Your attention please. Train number 16650 Parshram Express. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അമ്മ കയറുന്ന പാടെ അമ്മയ്ക്ക് രാവിലെ എണീറ്റ്, കാരണം ഒത്തിരി രാവിലെ ഒന്നും എണീറ്റില്ല കേട്ടോ, പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഉറക്കമാണ്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരു കോഫി കുടിക്കാൻ, നമുക്ക് ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്നൊക്കെ പറഞ്ഞ് എഴുന്നേക്കുക. അപ്പം നോക്കിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കോഫി വന്നപ്പം ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ടുള്ള യാത്രയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ 9:30 കയറി 11 എത്ര മണിയായപ്പോഴാണ് എത്തുന്നത്, നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ തൃശ്ശൂർ എത്തുമല്ലോ. തൃശ്ശൂർ എത്തിയിട്ട് അവിടെ നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ കൃഷ്ണ ഇൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടോട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ യാത്ര നല്ല രസമല്ലേ, നമ്മൾ മാത്രം, അത് വേറൊരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പം തൃശ്ശൂരിന് ജസ്റ്റ് മുമ്പുള്ളൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ, ഇങ്ങനെ ഡോറിൻ്റെ അവിടെ വന്നിരുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കൃഷ്ണയിനിലെത്തി. അപ്പം സമയം കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2:30 ആയപ്പം അവിടെ എത്തി. 2:30 ആയപ്പോഴെത്തി റൂമിൽ ചെക്ക് ഇൻ ചെയ്തു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഇറങ്ങിയേക്കാം. അപ്പോൾ ക്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തൊഴാലോ എന്ന് വെച്ചിട്ട് ഇവർക്ക് ക്ഷീണമുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും അച്ഛൻ പറഞ്ഞു പോയേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ കൈയും കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊന്നും മാറ്റിയില്ല. ആ ഡ്രസ്സ് ഇട്ട് നമ്മൾ അമ്പലത്തിലായിട്ട് നടക്കുകയാണ്. അപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ ചെന്നാൽ ഈ ഉച്ച കഴിഞ്ഞൊക്കെ ചെല്ലുമ്പം ഒരു 3 മണിക്കൂർ മിനിമം അവിടെ തൊഴുതിറങ്ങണമെങ്കിൽ ഒരു 4 മണിക്കൂർ കേട്ടോ. പിന്നെ മുമ്പോട്ട് മാക്സിമം എന്ന് പറയുന്നത് 8 മണിക്കൂർ വരെ നിന്നിട്ട് തൊഴുത ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവമേ തിരക്ക് കുറവായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പം ഭാഗ്യത്തിന് തിരക്ക് കുറവായിരുന്നു. അതായത് അവിടെ ഈ കുറച്ച് ആ സമയത്ത് നട അടച്ചിരിക്കുകയാണല്ലോ. 4:30ക്കാണ് വീണ്ടും നട തുറക്കുന്നത്. 1:30ക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 4:30ക്കാണ് തുറക്കുക. അപ്പം ആ സമയത്തേക്ക് ഞങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 3:45 ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ 6:45 അതായത് ഒരു 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തൊഴുത് ഇറങ്ങി കേട്ടോ. അത് ഗുരുവായൂർ എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂർ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം 3 മണിക്കൂർ കൊണ്ട് തൊഴുതിറങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ ചെന്നപ്പം അവരിങ്ങനെ പറയുമല്ലോ ഇന്ന് എന്താണ് അവിടുത്തെ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് കാളിയമർദ്ദനമാണ്, ശ്രദ്ധിച്ച് കണ്ട് തൊഴുതോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പറയുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്ര സെക്കൻഡ് അവർ തരും അവിടെ, നമുക്കൊരു 10 സെക്കൻഡ് അല്ലേ, അത് കഴിയുമ്പോൾ മാറിപ്പോണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി കാളിയമർദ്ദനമാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ നന്നായിട്ട് തൊഴുതു. നല്ലൊരാശ്വാസമാണ് കേട്ടോ. അന്ന് തൊഴുതപ്പോൾ എനിക്ക് പിറ്റേ ദിവസം വീണ്ടും ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരത്തേക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ച് നാളെ സാരി ഉടുക്കാം ഇന്ന് ചുരിദാറിട്ട് എന്നാലും മുല്ലപ്പൂ വെച്ചു. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇപ്പം നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങുമ്പം ഇനിയിപ്പോൾ നാളെ രാവിലെയും കൂടെ തൊഴാവല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യയായല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എവിടുന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടങ്ങ് ഹോട്ടലിലോട്ട് പോയി കിടന്നുറങ്ങാം. വെളുപ്പിനെ 3 മണിയാകുമ്പം തൊഴാനായിട്ട് ഇറങ്ങാമെന്നുള്ള ഇതിലാണ്. ഇപ്പം നമ്മളപ്പോൾ 7 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 6:45 അപ്പം നമ്മൾ തൊഴുതിറങ്ങി. 7 മണിയായപ്പോൾ അന്ന് നമുക്ക് കഴിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് കുറേ നാളായി. പണ്ടൊക്കെ എപ്പോഴും ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നായിരുന്നു കേട്ടോ മസാല ദോശ കഴിക്കുന്ന. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മസാല ഉള്ളത് അവിടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചുമന്ന കളറിലുള്ള മസാല വെക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയും കോഫിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കോഫി കുടിക്കുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ ഇന്ത്യൻ കോഫി പൗഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കറിയാം അത് അവിടെ സെയിലിനുണ്ടോ എന്ന് ചോദിക്കണമെന്ന് വെച്ചു, പക്ഷേ ഞാൻ മറന്നു. അങ്ങനെ പതിവ് പോലെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചുമന്ന കളറുള്ള മസാല, ചട്നി, സാമ്പാർ, പിന്നെ ഇവരുടെ പതിമുഖത്തിൻ്റെ വെള്ളം. ഇതിവരുടെ സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കുഞ്ഞിലേ മുതലേ ഇത് തന്നെയാണ്, ഒരു മാറ്റവും അവിടുത്തെ ഒരു സംഗതിക്കും. ടേസ്റ്റിനും എനിക്ക് തോന്നുന്ന മാറ്റമില്ല. അവിടുത്തെ എല്ലാ സാധനങ്ങളും പഴയതും എനിക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുമ്പം. ഇപ്പം നമ്മളങ്ങനെ കയറാറേ ഇല്ല. അപ്പോൾ എല്ലാവരും വേറെ റെസ്റ്റോറൻറ്റ്സൊക്കെ പഠിക്കുന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറാറ്. അങ്ങനെ അച്ഛനൊരു കോഫിയും അമ്മ ലൈം ജ്യൂസും ഞാനൊരു ലൈം ജ്യൂസും കുടിച്ചു. വടയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വടയുണ്ട്, പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് തണുത്തിട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വട വാങ്ങിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തി. ഇനി നേരത്തെ തന്നെ തളർന്നില്ല, രാവിലെ നമ്മൾ തന്നെ ട്രാവൽ ചെയ്തൊക്കെ വന്നാലേ ഒന്ന് ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് കുളിക്കത്തില്ല എന്ന് പറയല്ലേ. അതുകൊണ്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി ഒന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രഞ്ച് പഠിക്കുന്ന പിള്ളേർക്ക് നെക്സ്റ്റ് ഡേ എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ക്ലാസ്സും കൂടി എടുക്കണമായിരുന്നു ഓൺലൈന് പോയി. ഞാൻ എങ്ങനെയൊക്കെയോ 8 to 9 ക്ലാസ് എടുത്തു കേട്ടോ. 8 മണിയാകുമ്പോൾ നമ്മൾ എത്തി. 8 to 9 ക്ലാസ് എടുത്തിട്ട് ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്ക് എഴുന്നേക്കണമല്ലോ എന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ രാത്രി 1:30 ആയിട്ടുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ 2 മണിയായപ്പോൾ അച്ഛനും എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് എളുപ്പം കുളിച്ചിട്ട് 3 മണി അതായത് 3:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. തിരിച്ച് അമ്പലത്തിൽ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടാണ് വന്നത്. ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ തൊഴാൻ നിന്നു. അതും ഇതുപോലെ തന്നെ കറക്റ്റ് ഇന്നലെ വൈകുന്നേരം 3:45, ഇന്നും അതുപോലെ 3:45 ആയപ്പോൾ തൊഴാൻ നിന്നിട്ട് നമ്മൾ 6:45 ആയപ്പോൾ തൊഴുതിറങ്ങി കേട്ടോ. അത് ഇതുവരെ ഭഗവാൻ അനുഗ്രഹിച്ച് അത് അടുത്ത് പോയി കണ്ട് തൊഴാൻ പറ്റി. നല്ലതായിട്ട് തൊഴുതിട്ട് തിരിച്ച് വന്ന് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ നിന്നൊരു ചായ കുടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാജേഷൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ചായയും കുടിച്ചു. അച്ഛൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു വട കഴിക്കുക. അപ്പോൾ ഞങ്ങൾ 6:45 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചായ മാത്രം കുടിച്ചു. അമ്മയപ്പോൾ ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഉണ്ണിയപ്പം വടയും ഉണ്ടായിരുന്നു. നമുക്ക് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അത് ഇവർക്ക് ചായയുടെ കൂടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മധുരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ.
അപ്പോൾ ഒരു സംഭവം ഉണ്ടായേ. ഞാൻ ക്ലോക്ക് റൂമിൽ സാധനം വെക്കാനും അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ 3 ജോഡി ചെരുപ്പും എൻ്റെ ബാഗിനകത്ത് 2 മൊബൈലും ഉണ്ടായിരുന്നു. അതും കൂടെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ തിരിച്ച് ഒരു ചെറിയ പേഴ്സ് മാത്രം കയ്യിലെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ച് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ അവർ തരുമല്ലോ, ഒരു ടോക്കൺ തരുമല്ലോ നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ട്. ആ ടോക്കൺ കാണുന്നില്ല. അയ്യോ, അപ്പം ഞാൻ അവിടെ തിരക്കൊട്ടുമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ എൻ്റെ ടോക്കൺ കാണുന്നില്ലല്ലോ. അയ്യോ ചേച്ചി പണിയായല്ലോ എന്ന് പറഞ്ഞു. അവൻ അവിടെ പോയി തപ്പിട്ടെങ്ങും എൻ്റെ ബാഗ് കാണുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അതിനകത്ത് എൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ബാഗിനകത്ത് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ആധാർ കാർഡൊക്കെയാണ് മെയിൻ, അതും ക്രെഡിറ്റ് കാർഡ്സും എല്ലാ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്തായാലും അതിനകത്ത് കുറേ തപ്പിയിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഫോൺ അതിനകത്തുണ്ടല്ലോ, ഒന്ന് ബെല്ല് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ബെല്ല് അടിച്ചപ്പോൾ ബെല്ല് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് സൈലൻറ്റ് മോഡിലാണോ അല്ലെങ്കിൽ കുറച്ച് ശബ്ദത്തിൽ അങ്ങനെ കേൾക്കുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞു ഇവിടെ എവിടെയോ അടിക്കുന്നുണ്ട് തോന്നുന്നു പറഞ്ഞു. അത് വോയിസ് മെയിലോട്ട് അങ്ങ് പോവുകയാണല്ലോ. അങ്ങനെ തപ്പി നിന്നപ്പം ബാഗ് കിട്ടി കേട്ടോ. അപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. ഞാൻ പറഞ്ഞു തിരക്കില്ലാതെ നല്ല ശാന്തമായിട്ട് നമ്മൾ തൊഴുതിറങ്ങിയത്. അപ്പോഴാണ് ദൈവമേ ഈ ഒരു പണി കിട്ടിയത്. എന്തായാലും അവിടെ ഞാൻ ഫൈൻ അടച്ചു. ഒരു 100 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഫൈൻ അടച്ചിട്ട് അവർ ബാഗ് തന്നു. നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതി വാങ്ങിച്ചു. അപ്പോൾ അവിടെ നിന്ന് മോൻ പറയായിരുന്നു, ഇപ്പോൾ ടോക്കൺ ചേച്ചിയുടെ താഴെ വീഴുന്ന ആരെങ്കിലും കണ്ടിട്ട് ആ ടോക്കൺ തിരിച്ചിവിടെ കൊണ്ട് തന്നാൽ ഞങ്ങൾ ബാഗും ഇതെല്ലാം കൂടെ കൊടുക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം എല്ലാം ചെക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ തന്ന ടോക്കൺ എൻ്റെ പേഴ്സിലാന്ന് വെച്ച് ഞാൻ ഇട്ടത് അവിടെ വെക്കുന്ന പേഴ്സില്ലേ അതിനകത്ത് തന്നെ ഇട്ടിട്ട് തിരിച്ചവിടെ കൊടുത്തു. അതാ പറ്റിയത്. കയ്യിലെടുത്ത ചെറിയ പേഴ്സിനകത്ത് താഴെ വീണ് പോയതല്ലായിരുന്നു, എൻ്റെ ബാഗിനകത്ത് തന്നെയായിരുന്നു. അതായത് ഞാൻ പൈസ കൊടുത്തിട്ട് ആ ടോക്കൺ പൈസ കൊടുത്തിട്ട് ബാഗിനകത്ത് അവർ തന്ന ടോക്കൺ ആ ബാഗിനകത്ത് ഇട്ടിട്ട് ബാഗും കൂടെ അവർക്കും കൊടുത്തു. അതാണ് പറ്റിയത്. പിറ്റേ ദിവസം നമുക്ക് അവിടെ അന്ന് രാവിലെ പിറ്റേ ദിവസം അല്ല കേട്ടോ, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വട, ഇഡലി, ഏത്തപ്പഴം പുഴുങ്ങിയത്, അപ്പം, ഗ്രീൻ പീസ് കറി, പിന്നെ നമ്മുടെ സേമിയ ഉപ്മാവ്, സേമിയ കിച്ചടി എന്ന് പറഞ്ഞിട്ട് അത്, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ഒരു ബനാന മിൽക്ക് ഷേക്കും കോഫിയും ചായയും, പിന്നെ എന്താ ഇച്ചിരി കട്ട് ഫ്രൂട്ട്സ് അത് പൈനാപ്പിളും വാട്ടർമെലനും മാത്രം. ഇത്ര ഉണ്ടായിരുന്നു. ഒരു സാധാ സിമ്പിൾ ബ്രേക്ക്. ചട്നി 3 നേരം, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ തലയിൽ വെക്കാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടെ ഗുരുവായൂരിലോ മുല്ലപ്പൂ എന്ത് രസം ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്ന്. അപ്പം ഞാൻ ഈ തിരുവുടയാടെ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റെഡ് കളറായിരുന്നു വാങ്ങിച്ചു. ഈ കളർ റെഡ് അല്ല, ഈ കളറാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഞാൻ ഒരു വൈറ്റും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തിരുവുടയാട് വാങ്ങിച്ചു. പിന്നെ തലയിൽ വെക്കുന്ന പോലത്തെ മുല്ലപ്പൂ പോലത്തെ ഇല്ലേ, ഞാനൊരു പച്ചയും അതും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പം അമ്മയ്ക്ക് അവിടെ തവി കണ്ടു. തവിയില്ലേ, മരത്തവിയൊക്കെ, അത് വാങ്ങിക്കണം എന്ന് നോക്കുക. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു മഴ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സെറ്റ് സാരി വാങ്ങിക്കണമായിരുന്നു. പക്ഷെ അപ്പോൾ ജസ്റ്റ് തൊട്ടടുത്തൊരു സെറ്റ് സാരി ഇതിന് ഹാൻഡ്ലൂമിൻ്റെ കടയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി. അമ്മ ഇവിടുന്ന് തവിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ മീൻ കറി വിളമ്പാനൊരു മരത്തവി വേണം, പിന്നെ തൈര് കടയുന്ന സാധനം വേണം എന്നൊക്കെ പറഞ്ഞ് അമ്മ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറത്തെ കടയിലോട്ട് ഓടി അങ്ങോട്ട് കയറി കേട്ടോ. അപ്പം ഞാൻ ഒന്ന് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചേക്കാം, അമ്മയ്ക്ക് ഒരു സെറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഗുരുവായൂർ വന്നാൽ നമ്മളെപ്പോഴും ഒരു സെറ്റ് സാരി അത് ഉറപ്പായിട്ടും വാങ്ങിക്കും കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സെറ്റ് സാരി വാങ്ങിച്ചു വയ്ക്കുക, അടുത്ത പ്രാവശ്യം ഗുരുവായൂർ വരുമ്പം അത് ഉടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എപ്പോൾ ഗുരുവായൂർ വന്നാലും ഒരു സെറ്റ് സാരിയോ വാങ്ങിക്കാം. അങ്ങനെ ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനാണ്. പുതിയൊരു തോന്നലാണ് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു സെറ്റ് സാരി വാങ്ങിച്ചായിരുന്നു, അത് പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ട് പോയി. ഇപ്രാവശ്യം തൊട്ട് ഞാൻ ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സെറ്റ് സാരി വാങ്ങിക്കും, അതിനൊരു ബ്ലൗസ് തയ്ച്ചിട്ട് വയ്ക്കുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കൊടുക്കുക, പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിക്കുക. അങ്ങനെ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഈ പ്രിൻ്റ് ഉള്ളത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതെടുത്ത് വെച്ചു. ബ്ലാക്ക് ബ്ലൗസാണ്, പക്ഷേ ബ്ലാക്ക് ഇട്ടുകൊണ്ട് ഭഗവാനെ കാണാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്നേക്കാം. അതെനിക്കറിഞ്ഞു. പക്ഷേ ബ്ലാക്കിൻ്റെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, സെറ്റ് സാരി എടുത്തില്ല, ധാവണിയാണ് എടുത്തത്. സ്കേർട്ടും നേരിയതും, പിന്നെ ഇതുപോലെ സ്കേർട്ടിൻ്റെ കൂടെ ഇടുന്നില്ല നമ്മുടെ ഹാഫ് സാരി കൊടുക്കുന്ന അതും ഈ പ്രിൻ്റ് തന്നെ, അതാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനൊരു പ്ലെയിൻ ഒരു പച്ചക്കരയുള്ള സെറ്റ് സാരി എടുത്തു. അതിനകത്ത് എല്ലാം തപ്പി ലാസ്റ്റ് അതാ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഇതാണ് ഞാൻ എടുത്തത്. ഒരെണ്ണം ധാവണിയായിട്ടാണ് എടുത്തത്. അതായത് സ്കേർട്ട്, ഈ പ്രിൻ്റ് സ്കേർട്ടിൻ്റെ താഴെയും വരും, ആ കറുത്ത ബ്ലൗസും വരും, പിന്നെ അതുപോലെ തന്നെ ഹാഫ് സാരിയും വരും. അതെടുത്തു. അത് ഓണത്തിന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടെടുത്തു. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി അടുത്ത പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ എടുക്കാനായിട്ടൊരു സെറ്റ് സാരി ഇപ്പോഴേ നമ്മളിവിടെ വരുമ്പോഴല്ലേ ഈ സാധനം എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മ ഇത് ഞാൻ ആദ്യം കണ്ടു. പക്ഷേ അതിൻ്റെ നല്ല രസമുണ്ട് എൻ്റെ മുന്താണി കാണാനേ. കൃഷ്ണൻ്റെ ഫുൾ പടം, പക്ഷേ എൻ്റെ സൈഡിൽ കൂടെ ഗോൾഡൻ കര മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് ഇല്ല.
അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് അടുപ്പിച്ചു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പഴയ സ്റ്റൈലല്ലേ, പണ്ട് മുതലേ കാണുന്നു. പിന്നെ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ഒക്കെ കാണിച്ചു കേട്ടോ. പിന്നെ നമുക്ക് അമ്പലത്തിൽ വരാനായതുകൊണ്ട് ഹാൻഡ് പെയിൻറ്റഡ് ഒന്നും ഞാൻ എടുത്തില്ല. അതായത് മയിൽപ്പീലി വന്ന് നല്ല രസം. ഇതിപ്പോൾ ഇറങ്ങണ ഫുൾ പ്രിൻ്റ് ആട്ടോ. അപ്പോൾ പക്ഷേ ഇത് കണ്ടിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ അത് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊരു വേറെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഓയിൽ സാരി ഇല്ലേ അതുപോലെ ഇരിക്കുന്നു, പക്ഷെ അത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. അതിന് 3 കളറുണ്ടായിരുന്നു, പച്ച, കറുപ്പ്, പിന്നെ ഒരു റെഡ് ഒരു രസമില്ലായിരുന്നു കേട്ടോ. പറയുമ്പോഴേ ഒരു രസം, കാണാനൊരു രസമില്ല. ഇതൊരു പച്ചയും ഗ്രീനും കൂടിയ ഒരു കളറാണ്. അപ്പോൾ ഇത് അമ്മയ്ക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് കാണിക്കാം, നോക്ക്, ഒരു മനസ്സുണ്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ അവിടെ സാരിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിങ്ങനെ വെച്ച് നോക്കി, പല കളറും, എല്ലാ കളറും വീഡിയോയ്ക്കകത്ത് ഒരുപോലെ ഇരിക്കുന്നല്ലേ, ഒരെണ്ണം കറുപ്പ് ഒരെണ്ണം പച്ചയാണ് കേട്ടോ. വെച്ച് നോക്കിയപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടു, പക്ഷേ അമ്മയ്ക്ക് പിന്നെ വെച്ച് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഒരു പച്ചക്കറി സാരി വാങ്ങിച്ചു, അമ്മയും ഒരു പച്ചക്കറി സാരി വാങ്ങിച്ചു. അത് ഞാൻ പിന്നെ കാണിക്കാവേ, ഇവിടെ വന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ മോഹിനിയാട്ടത്തിന് വേണ്ടി പിള്ളേർ അരങ്ങേറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി പോകുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്, അതായത് ഡാൻസ് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് വലുതാക്കി വെക്കും എന്നൊക്കെ ഞാൻ പണ്ട് ഇങ്ങനെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ധ്വനിക്കുട്ടി ഏതായാലും പഠിക്കുന്നുണ്ട് ഡാൻസൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അടുത്തുള്ള കടയിൽ വെറുതെ ഇങ്ങനെ അവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ അടുത്ത കടകളിൽ ഞങ്ങളിങ്ങനെ കയറി. അച്ഛൻ അവിടെ നിന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കടകളിലൊക്കെ കയറി മാലയും കമ്മലും. അപ്പം അമ്മയ്ക്ക് സ്ലൈഡും പൊട്ട് ഒക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അവിടെ കയറി അതൊക്കെ വാങ്ങിച്ചു. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി. അങ്ങനെ ഗുരുവായൂർ നല്ല സുഖമായിട്ട് പോയിട്ട് നല്ല സന്തോഷമായിട്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അന്ന് നമ്മുടെ ബസ്സൊക്കെ പണിമുടക്കുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തിരക്കില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വൈകുന്നേരം 7:30 ആയപ്പോഴത്തേനും കോട്ടയത്തെത്തി. ഞങ്ങൾ അവിടുന്ന് പുതുപ്പള്ളി വന്നിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഫുഡൊക്കെ അവിടുന്ന് പാക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നു. കാരണം വന്നിട്ട് വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ 8 മണി 8:30 ആയപ്പോഴത്തേനും വീട്ടിലെത്തി. സുഖമായിട്ട് ഭഗവാനെ നന്നായിട്ട് തൊഴുതിട്ട് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം, ഇതിപ്പോൾ ഞാൻ ബുധനാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഇന്ന് നമുക്ക് മുഴുവൻ ഭാരത് ബന്ദാണല്ലോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിലെ അവിടെയുള്ള ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ പറയാം, ബന്ധോ അതെന്താ, ഇവിടെ അതൊന്നും ഇല്ല, അവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.